ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പുതിയൊരു എസ് എ സ്റ്റാർട്ട് ചെയ്യാണ്. എസ് എ 200 ആണ്. ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ആൻഡ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റ്. അതായത് എസ് എ 200 പ്രകാരം ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അയാളുടെ ലക്ഷ്യങ്ങൾ, അതേപോലെ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് അനുസരിച്ച് ഒരു ഓഡിറ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ എസ് എ 200 പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. ഒരു ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒരു ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരിക. ഒന്നാമത്തേത്, ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് അബൌട്ട് വെദർ ദ എഫ് എസ് ആസ് എ ഹോൾ ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു റീസണബിൾ അഷുറൻസ് വേണം ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്, ഒരു ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്. എന്തിനെക്കുറിച്ച്? ഓഡിറ്റർ ചെക്ക് ചെയ്യുന്ന ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നും ഫ്രീ ആണോ എന്നൊരു കാര്യത്തെ പറ്റിയിട്ട് ഒരു റീസണബിൾ അഷുറൻസ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം. അതേപോലെ ടു റിപ്പോർട്ട് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ആസ് റിക്വയർഡ് ബൈ ദ എസ്എസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓഡിറ്റേഴ്സ് ഫൈൻഡിങ്സ്. ഓഡിറ്റർ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ച അയാളുടെ കണ്ടെത്തലുകൾ, ഫൈൻഡിങ്സ് പ്ലസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് ഓരോ എസ് എയിൽ പറയുന്ന പ്രകാരം ആരോടൊക്കെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരോടൊക്കെ കൃത്യമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു റീസണബിൾ അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. ഇതാണ് ഒരു ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്നത്. അടുത്തത്, പ്രിമൈസസ് ഓൺ വിച്ച് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ്. അതായത് എന്ത് പരിസരത്തിൻ്റെ അടുത്തു നിന്നാണ് നമ്മളൊരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഡിറ്റിൻ്റെ ജീവശ്വാസം എന്ന് നമ്മൾ പറയുന്നത് എന്തിനൊക്കെയാണ്? പ്രധാനമായിട്ടും 3 കാരണങ്ങളുണ്ട്. നമുക്കിങ്ങനെ ചിന്തിച്ച് പോകാം. അതായത് ഒരു ഓഡിറ്റ്, നമ്മളൊരു സർക്കിളിനകത്ത് നമ്മൾ ഓഡിറ്റ് നടക്കുകയാണ്, ഒരു സർക്കിളിനകത്ത് ഓഡിറ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ ഓഡിറ്റിന് ചുറ്റിനും എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഈ ഓഡിറ്റിന് വിധേയമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? മാനേജ്മെൻറ്റും TCWGയും. TCWG എന്ന് വെച്ചാൽ ദോസ് ചാർജ്ഡ് വിത്ത് ഗവേണൻസ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റും TCWG ആണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓഡിറ്റിന് വിധേയമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതേപോലെ അവരെന്തും കൂടെ ചെയ്യണം, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഈ FSൽ എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഫ്രോഡോ ഇററോ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മളുടെ എൻറ്റിറ്റിക്ക് ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ സിസ്റ്റമാണ് ഇൻറ്റേർണൽ കൺട്രോൾ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആരാണ്? മാനേജ്മെൻറ്റും TCWG ആണ്. അപ്പം അവരുടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് FS പ്രിപ്പയർ ചെയ്യുക, ഇൻറ്റേർണൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതേപോലെ ടു പ്രൊവൈഡ് ഓഡിറ്റർ വിത്ത് ഓൾ ഇൻഫർമേഷൻ ആൻഡ് എനി അഡീഷണൽ ഇൻഫർമേഷൻസ്. ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഇവർ കൊടുത്ത ഇൻഫർമേഷൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അധികമായിട്ടോ എന്തെങ്കിലും വിവരങ്ങൾ ഓഡിറ്റർക്ക് അറിയണമെന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെൻറ്റും TCWGയും ആ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ മൂന്നാമത്തേത്, ഓഡിറ്റർക്ക് എന്ത് കൊടുക്കണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്കും ഓരോ ബുക്സിലേക്കും അതേപോലെ എൻറ്റിറ്റിക്ക് ഉള്ളിലുള്ള കാര്യങ്ങളിലേക്കും കൂടുതലായിട്ടൊരു അസസ് കൊടുക്കുന്നത്. ഓഡിറ്റർ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോയാൽ, ഒരു ഡോക്യുമെൻ്റ് നോക്കാനായിട്ട് പോയാൽ, ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പോയാൽ ഓഡിറ്ററിന് തടയാൻ പാടില്ല. ഓഡിറ്റർക്ക് എന്ത് കൊടുക്കണം? ഒരു ഫുൾ ഫ്രീഡം ആ ഒരു എൻറ്റിറ്റിക്ക് ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പം 3 കാര്യങ്ങളാണ് ഓഡിറ്റിൻ്റെ പ്രിമൈസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത്, ഈ FS പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? അതേപോലെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. രണ്ടാമത്തേത്, ഇൻഫർമേഷൻസും അഡീഷണൽ ഇൻഫർമേഷൻസും കൊടുക്കണം. മൂന്നാമത്തേത്, അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അസസ് കൊടുക്കണം. എന്തിലേക്ക്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്കും അതേപോലെ എൻറ്റിറ്റിക്ക് ഉള്ളിലുള്ള കാര്യങ്ങളിലേക്കും. ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു ലിമിറ്റേഷൻസ് നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി മാറ്റാനൊന്നും പറ്റില്ല. അതായത് ഈ ലിമിറ്റേഷൻസ് എപ്പോഴും അതൊരു ലിമിറ്റേഷൻസ് തന്നെയാണ്. അതാണ് ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഒന്നാമത്തേത്, നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്. അതായത് നമ്മൾ ഈ FS ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും മാനേജ്മെൻറ്റ് അവരുടേതായിട്ടുള്ള കുറച്ച് ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ഇൻവോൾവ് ചെയ്യിക്കും. ഇപ്പോൾ എക്സാമ്പിളാണ് ഒരു മെഷീൻ്റെ ഡിപ്രീസിയേഷൻ. ചിലപ്പം ആ ഒരു എൻറ്റിറ്റി ആ മെഷീൻ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഡിപ്രീസിയേഷൻ കൂടുതലായിട്ട് വരും. ചിലപ്പോൾ വേറൊരു എൻറ്റിറ്റി ആ ഒരു മെഷീൻ വല്ലപ്പോഴുമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ചിലപ്പോൾ ഡിപ്രീസിയേഷൻ കുറവായിരിക്കും. അപ്പം ഇതൊക്കെ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആണ്, എത്ര പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ്സും അതേപോലെ അൺസർട്ടനിറ്റീസ് എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് എന്തായിട്ട് വരാം? ഒരു ലിമിറ്റേഷനായിട്ട് വരാം. അതേപോലെ നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓഡിറ്റിൻ്റെ പ്രൊസീജിയേഴ്സിൽ ഉണ്ടാകുന്ന ചില ലിമിറ്റേഷൻസ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ
ഓഡിറ്റർക്ക് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ചില പ്രാക്ടിക്കലും ലീഗലുമായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാകാം. ഒന്നാമത്തേത്, മാനേജ്മെൻറ്റ് ഒന്നെങ്കിലും മനഃപൂർവ്വമോ അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെയോ ഇൻറ്റൻഷനലിയോ അൺഇൻറ്റൻഷനലിയോ ഓഡിറ്റർ റിക്വസ്റ്റ് ചെയ്ത ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അവിടെ ഒരു ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് വരികയാണ്. അപ്പോൾ അത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ ഒരു ഫ്രോഡ് മേ ഇൻവോൾവ് സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് കെയർഫുള്ളി ഓർഗനൈസ്ഡ് സ്കീംസ് ഡിസൈൻഡ് ടു കൺസീൽ ഇറ്റ്. അതായത് ആ ഒരു ഫ്രോഡ് മറച്ചു വെക്കാൻ പാകത്തിനായിരിക്കും ആ ഒരു ഫ്രോഡ് അവിടെ സംഭവിക്കുക. അതായത് ഒരു ഫ്രോഡ് സംഭവിച്ചെന്നൊരു തോന്നൽ പോലും ആ ഒരു പരിസരത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഓഡിറ്റർക്ക് അങ്ങനെ ഒരു കാര്യം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒരു ലിമിറ്റേഷനായിട്ട് വരാം. ദെൻ ഓഡിറ്റ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇൻവെസ്റ്റിഗേഷൻ വേറെ, ഓഡിറ്റ് വേറെ. ഓഡിറ്റർക്ക് എന്തില്ല, പെട്ടെന്ന് കയറി ചെന്ന് സെർച്ച് ചെയ്യാൻ ഒരു പവർ ഓഫ് സെർച്ച് ഓഡിറ്ററുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഓഡിറ്റർക്ക് ഒരിക്കലും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആണ്, ട്രൂ ആൻഡ് ഫെയർ ആണ് എന്നൊക്കെ ഒരു അബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് കൊടുക്കുന്നത്, ഒരു റീസണബിൾ അഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ടൈം ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻസ്. അതായത് റെലവൻസ് ഓഫ് ഇൻഫർമേഷൻ ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും. അതായത് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല, നമ്മൾ അതിന് വേണ്ടി കുറേ പൈസ ചിലവാക്കിയിട്ടും നമുക്ക് കിട്ടേണ്ട സമയത്ത് ആ ഇൻഫർമേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തില്ല, ഒരു വാല്യൂ ഇല്ല. നമുക്ക് കിട്ടേണ്ട സമയം കഴിഞ്ഞ് കുറേ ലേറ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടിയാൽ അതിന് ആ ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ത് വെച്ചിട്ട് റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻസും അതിൻ്റെ കോസ്റ്റും. അതായത് നമുക്ക് കുറേ ലേറ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മേലെ ഒത്തിരി കോസ്റ്റ് ചിലവാക്കുന്നതിൽ കാര്യമില്ല. അതാണ് ടൈം ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻസ്. ഇനി ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്താണ്, ഓൾവേസ് അൺസർട്ടൺ ആണ്. നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്താണ് ആ ഒരു എൻറ്റിറ്റിയുടെ അവസ്ഥ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓഡിറ്റർ ഒരു അയാളുടെ ഒരു അഭിപ്രായം പറയുക. ഫ്യൂച്ചറിൽ ഈ ഒരു എൻറ്റിറ്റിയിൽ ഇങ്ങനെ സംഭവിക്കും എന്നൊന്നും നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ആ ഒരു എൻറ്റിറ്റിയുടെ ഗോയിങ് കൺസേൺ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതിന് ഓഡിറ്റർ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ അന്ന് നല്ലതാണെന്നല്ലേ പറഞ്ഞ് ഇപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് ഓഡിറ്റിൻ്റെ ഒരു ലിമിറ്റേഷനാണ് എന്ത്, ഫ്യൂച്ചറിൽ ഈ ഒരു എൻറ്റിറ്റിന് ഗോയിങ് കൺസേൺ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതൊരു ലിമിറ്റേഷനായിട്ട് വരും. എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു എത്തിക്സ് ഉണ്ടാകും നമുക്ക് പറയാറുണ്ട്. അപ്പം എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ നയിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ്, ചില റൂൾസ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്താണ്, അയാൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അയാൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരുടെ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സിന് ഉള്ളിൽ നിന്ന് വേണം അവരുടെ ഡ്യൂട്ടീസൊക്കെ പെർഫോം ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഒരു ഡീവിയേഷൻ, അതായത് ഒരു എത്തിക്സിന് ചേരാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് എന്തിലേക്കൊക്കെ നയിക്കാം, ഫൈൻ കൊടുക്കേണ്ടി വരാം, അല്ലെങ്കിൽ അവർ മെമ്പർഷിപ്പ് സസ്പെൻഷൻ നടത്താം, അതേപോലെ അവരുടെ മെമ്പർഷിപ്പ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ഷൻസിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതായത് ഒരു ഓഡിറ്റർ എന്ത് കംപ്ലൈ ചെയ്യണം, എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് കംപ്ലൈ ചെയ്യണം. അതിൻ്റെ കൂടെ എന്തുകൂടെ ഉണ്ടായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നത്. സ്വന്തമായ തീരുമാനങ്ങൾ മാത്രമേ അവിടെ എടുക്കാൻ പാടുള്ളൂ. വേറൊരാളുടെ തീരുമാനങ്ങളാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഒരു ഓഡിറ്റർ എപ്പോഴും ഇൻഡിപെൻഡൻസും കംപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഈ എത്തിക്സിനോട് രണ്ട് തരത്തിലുള്ള അപ്രോച്ച് ഉണ്ട്. ഒന്നാമത്തേത് പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ച്, രണ്ടാമത്തേത് റൂൾസ് ബേസ്ഡ് അപ്രോച്ച്. പ്രിൻസിപ്പൾസ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കംപ്ലൈ ചെയ്യണം, സ്പിരിറ്റ് ഓഫ് എത്തിക്സ് കംപ്ലൈ ചെയ്യണം. അതായത് ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ജഡ്ജ്മെൻറ്റ് വേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ എങ്ങനെ വേണം ഓഡിറ്റർ തീരുമാനമെടുക്കാൻ, അയാളുടെ പ്രൊഫഷണൽ നോളജ്, അയാൾക്ക് എന്തൊക്കെ അറിവുണ്ട്, അയാളുടെ സ്കില്ല്, അയാളുടെ എക്സ്പെർട്ടൈസ്, ഏതൊക്കെ ഫീൽഡിൽ അയാൾ എക്സ്പീരിയൻസ്ഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനം വേണം എടുക്കാനായിട്ട് ഒരു അക്കൗണ്ടൻറ്റ്. അപ്പോൾ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് യൂസ് ചെയ്യണം എല്ലാ സിറ്റുവേഷനിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട്. അതാണ് പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ച്. എന്നാൽ റൂൾസ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ കുറേ എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ഉണ്ട്, അതങ്ങ് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ റൂൾസ് ബേസ്ഡ് അപ്രോച്ച് എന്താണ്, റിജിഡാണ്. ബിക്കോസ് നമുക്ക് എല്ലാ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലും നമുക്ക് ഈ റൂൾസിൽ പറയുന്ന പോലെ നമുക്ക് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ചില കേസിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ഒരു പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ച് വേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും റൂൾസ് ബേസ്ഡ് അപ്രോച്ച് നമ്മൾ ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂൾസ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അതുകൊണ്ട് റൂൾസ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, റിജിഡാണ്. പ്രൊഫഷണൽ എത്തിക്സിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണ്?
ഫസ്റ്റ് വണ്ണാണ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റർ എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം. സത്യസന്ധത എല്ലാ ബിസിനസ് റിലേഷൻഷിപ്പിലും അയാൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അയാൾക്ക് തെറ്റാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മിസ്ലീഡിംഗ് ആണ് എന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളായിട്ടും അയാൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? അസോസിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. രണ്ടാമത്തേത് ഒബ്ജക്റ്റിവിറ്റി. അതായത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും, എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അയാളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ മാത്രം തീരുമാനങ്ങളാണ്. അതുകൊണ്ട് വേറൊരാൾ പറയുന്ന അനുസരിച്ച് ഈ ഒരു ഓഡിറ്റർ ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലും പ്രൊഫഷണൽ നോളജും ആര് മെയിൻറ്റെയിൻ ചെയ്യണം? ഒരു ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ ഓരോ സ്ഥലത്ത് ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടും. അത് ചിലപ്പം അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതിനുള്ളിൽ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻസ് ആരോടും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. എൻ്റെ അടുത്ത സുഹൃത്തല്ലേ, എൻ്റെ അടുത്ത ബന്ധുവല്ലേ എന്ന് കരുതി വേറൊരു എൻറ്റിറ്റിയുടെ ഇൻഫർമേഷൻസ് നമ്മളൊരു ഓഡിറ്റർ എന്ന നിലയിൽ നമ്മൾ വേറൊരാളോട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. എന്നാൽ ഡിസ്ക്ലോസ് ചെയ്യാം. ഏതൊക്കെ സാഹചര്യങ്ങളിൽ? ലോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിയമം നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ കേസിൽ ഡിസ്ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അവരുടെ അനുവാദമുണ്ടെങ്കിൽ, എൻറ്റിറ്റിയുടെ അനുവാദമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പ്രൊഫഷണൽ ബിഹേവിയർ. അതായത് ഒരു ഓഡിറ്റർ അയാൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള ലോസും റെഗുലേഷൻസും ഒക്കെ എന്ത് ചെയ്യണം? കംപ്ലൈ ചെയ്യണം. അയാളുടെ പ്രൊഫഷനെ തെറ്റായിട്ട് ബാധിക്കുന്ന ഒരു കാര്യങ്ങളിലും അയാൾ ഇടപെടാനായിട്ട് പാടില്ല. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് എന്ത്? പ്രൊഫഷണൽ എത്തിക്സിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ്. ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഓഡിറ്ററുടെ ഇൻഡിപെൻഡൻസ് 2 തരത്തിലുണ്ട്. ഒന്നാമത്തേത് ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡും ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസും ഉണ്ട്. ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അതായത് വേറൊരാളുടെ ഇൻഫ്ലുവൻസ് വരെയോ ഒന്നും നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് മാറ്റുന്നില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ എന്താണ്? ആ ഓഡിറ്റർക്ക് ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അതേപോലെ ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ്. ഒരു തേർഡ് പാർട്ടി വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തുണ്ടെന്ന് തോന്നരുത്, നമുക്ക് ഇൻഡിപെൻഡൻസ് ഇല്ല എന്നുള്ളൊരു തോന്നൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാവരുത്. അതായത് ഞാനൊരു കമ്പനിയുടെ ഒരു ഓഡിറ്ററാണ്, വെളിയിൽ നിന്നും വേറെ കുറച്ച് പബ്ലിക് എന്നെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് തോന്നണം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. എൻ്റെ ഒരു അപ്പിയറൻസിലും എന്തുണ്ടായിരിക്കണം? ഞാൻ ഇൻറ്റഗ്രിറ്റിയുടെയും ഒബ്ജക്റ്റിവിറ്റിയുടെയും എൻ്റെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം നമ്മൾ ഒന്നിനു വേണ്ടിയും കോംപ്രമൈസ് ചെയ്യുന്നില്ല, ഞാനിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നൊരു തേർഡ് പാർട്ടിക്ക് തോന്നണം. അതാണ്, അങ്ങനെ തോന്നിയാൽ അതാണ് എന്ത്? ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇനി ത്രെറ്റ്സ് ടു ഇൻഡിപെൻഡൻസ്. നമ്മുടെ ഇൻഡിപെൻഡൻസിന് തടസ്സമായിട്ട് വരാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്. ആ ഒരു വാക്ക് നോട്ട് ചെയ്യുക. എന്താണ് ഇൻട്രസ്റ്റ്? നമ്മുടെ ക്ലയൻറ്റിൽ നിന്ന് നമുക്കൊരു ഫിനാൻഷ്യൽ പരമായിട്ടോ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു ക്ലയൻറ്റിൽ നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ ഫീൽ നമുക്കൊരു അൺഡ്യൂ ഡിപ്പെൻഡൻസ്, അതായത് നമ്മൾ ആ ഒരു ഫീലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? നമുക്കൊരു സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ഉണ്ട്. അതായത് ആ ഒരു ക്ലയൻറ്റുമായിട്ട് നമുക്കൊരു ക്ലോസ് ബിസിനസ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? അതൊരു സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റാണ്. രണ്ടാമത്തേത് സെൽഫ് റിവ്യൂ ത്രെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഓഡിറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു നോൺ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, ഒരു പ്രീവിയസ് ഓഡിറ്റിലോ ഒരു നോൺ ഓഡിറ്റ് എൻഗേജ്മെൻറ്റിലോ നമുക്ക് നമ്മുടെ തന്നെ ഡിസിഷൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? റിവ്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ ഓഡിറ്റർ ആണെങ്കിൽ ഞാൻ പണ്ട് ആ കമ്പനിയിലെ ഒരു ഡയറക്ടറോ ഓഫീസറോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ ഓഡിറ്ററായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പം എനിക്കത് പരിശോധിക്കേണ്ടതായിട്ട് വന്നാൽ സെൽഫ് റിവ്യൂ ത്രെറ്റാണ്. അപ്പം അന്ന് എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി, ഇപ്പം ഞാനിത് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ആ തെറ്റ് മറച്ചു വയ്ക്കും. അപ്പോൾ അതൊരു സെൽഫ് റിവ്യൂ ത്രെറ്റാണ്. മൂന്നാമത്തേത് അഡ്വക്കസി ത്രെറ്റ്. അതായത് ഒരു ക്ലയൻറ്റിൻ്റെ ഒപ്പീനിയൻ നമ്മൾ പരമാവധി അങ്ങോട്ട് എന്ത് ചെയ്യുകയാണ്? സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും ഞാൻ ഈ ക്ലയൻറ്റിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ ഒബ്ജക്റ്റിവിറ്റി അവിടെ കോംപ്രമൈസ്ഡ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് തോന്നാനായിട്ട് പാടില്ല. അങ്ങനെ തോന്നിയാൽ അതെന്താണ്? ഒരു അഡ്വക്കസി ത്രെറ്റാണ്. ദെൻ ഫെമിലിയാരിറ്റി ത്രെറ്റ്. നമുക്ക് ആ ഒരു ക്ലയൻറ്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഫ്രോഡൊക്കെ കണ്ടാൽ എനിക്ക് അതിനെ വിളിച്ച് പറയാൻ പറ്റില്ല. അവരിപ്പോൾ ഒരു ഫെമിലിയാരിറ്റി ത്രെറ്റ് ഉണ്ട്, എനിക്ക് അയാളോടൊരു സിമ്പതി തോന്നുകയാണെങ്കിൽ അതൊക്കെ എന്താണ്? നമ്മളുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്ന ഫെമിലിയാരിറ്റി ത്രെറ്റാണ്. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഇൻറ്റിമിഡേഷൻ ത്രെറ്റ്. നമ്മളുടെ ക്ലയൻറ്റ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടൊരു ഒപ്പീനിയൻ പറഞ്ഞില്ല, ട്രൂ ആൻഡ് ഫെയർ എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ
ഭീഷണിപ്പെടുത്തുകയാണ്, ഞാൻ കാണിച്ചു തരാം, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയാണെങ്കിൽ അതെന്താണ്? ഒരു ഇൻറ്റിമിഡേഷൻ ത്രെറ്റാണ്. ദെൻ ഈ എസ്സേയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സേഫ് ഗാർഡ്സ് ടു ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ്. ഓഡിറ്ററുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാം, എന്തൊക്കെ സേഫ് ഗാർഡ്സ് ഉണ്ട്. ഒന്നാമത്തേത്, ഒരു ഓഡിറ്റർ ഒരു എൻറ്റിറ്റിയിൽ ഓഡിറ്റിന് പോകുമ്പോഴത്തേക്കും താഴെ പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, നമ്മളുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളായിട്ടുള്ള ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, പ്രൊഫഷണൽ സ്കെപ്റ്റിസം എല്ലാം ആ ഒരു ഓഡിറ്റിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യണം. അതേപോലെ ഒരു വർക്ക് എടുക്കുന്നതിന് മുൻപ് ഓഡിറ്റർ എന്ത് നോക്കണം, ആ ഒരു എൻറ്റിറ്റിയിൽ നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു 5 ത്രെറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. നമുക്ക് പരിചയമുള്ള ആളുണ്ടോ അവിടെ, അതേപോലെ നമ്മൾ മുമ്പ് ആ കമ്പനിയിൽ അല്ലെങ്കിൽ എൻറ്റിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അവർ നമ്മളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യണം. അങ്ങനൊരു ത്രെറ്റ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ആ ഒരു ടാസ്ക് എടുക്കരുത്, അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള സേഫ് ഗാർഡ്സ്, മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ഇനി ഓഡിറ്റർ ഇതെല്ലാം ചെയ്തു എന്നിട്ടും അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മുൻകരുതലുകൾ ഫുള്ളി നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ വർക്ക് അക്സെപ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് SA 200 പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലും കൂടെ ഇടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത essay ആയിട്ട് അടുത്ത ദിവസം കാണാം.